ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. ഇത് നമ്മൾ YIPയുടെ സ്റ്റേറ്റ് ലെവൽ വാല്യുവേഷന് വേണ്ടി പോകാൻ പോവുകയാണ്. അപ്പോൾ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മുടെ ട്രെയിനിന് വേണ്ടിയിട്ട്. രാവിലെ സ്കൂളിൽ വന്ന് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി. അപ്പോഴേക്കും ട്രെയിൻ 1 അവർ ലേറ്റാണ്. ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ ട്രെയിൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തപ്പോഴേക്കും ട്രെയിൻ വരാൻ സമയമായി. അപ്പോൾ അനൗൺസ്മെൻറ്റ് കേട്ടു. കന്യാകുമാരിയിൽ നിന്നും കോട്ടയം പാലക്കാട് ജംഗ്ഷൻ വഴി പൂന വരെ പോകുന്ന കന്യാകുമാരി പൂന എക്സ്പ്രസ് വർക്കല ശിവഗിരി സ്റ്റേഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. യാത്രിക കൃപയ ധ്യാൻ ദീജിയെ. ഗാഡി നമ്പർ 16382 കന്യാകുമാരി. സോ ട്രെയിൻ വന്ന് നമ്മുടെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. കയറിയിട്ട് നമ്മുടെ സീറ്റ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരുടെയും പ്ലേസിലൊക്കെ വന്നിരുന്നു. കുട്ടികൾ അപ്പോഴും തന്നെ സിസ്റ്റം ഓണാക്കി അവരുടെ ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എന്തായാലും ലേറ്റായി, അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടികളൊക്കെയാണ്. കുട്ടികളൊക്കെ ഒന്ന് ഇരുന്ന് സെറ്റായി നമ്മളെല്ലാവരും ട്രെയിനിൽ കയറി എന്നുള്ള കാര്യമൊക്കെ അറിയിച്ചുകൊണ്ട് നമ്മൾ തന്നെ ഫുഡൊക്കെ ഓപ്പൺ ചെയ്ത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നല്ല ചിക്കൻ ബിരിയാണി വാങ്ങി കഴിച്ചു. വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കൊണ്ടുവന്ന വൈഷ്ണവി മോൾ അതും കഴിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും ഒന്ന് കിടന്ന് യാത്ര ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോഴേക്കും ഞാൻ നമ്മുടെ കമ്പിളിക്കണ്ടത് കൽഭരണികൾ എന്ന് പറയുന്ന ബുക്ക് കുറേ അങ്ങ് വായിച്ച് തീർത്തു. ട്രെയിൻ യാത്രയ്ക്ക് വായിക്കാൻ വളരെ സന്തോഷമായിരുന്നു. കുട്ടികൾ അവരുടെ പ്ലേസുകളിലൊക്കെ ബർത്ത് ഓപ്പൺ ചെയ്ത് അവിടെ ഇരിക്കുവാണ്. 6 മണിക്ക് എത്തേണ്ടതാണ്. നമ്മൾ 7 മണിയായി നമ്മളവിടെ എത്തിയപ്പോൾ. അപ്പോൾ നമ്മുടെ പാലക്കാട് ജംഗ്ഷനിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സാധനങ്ങളൊക്കെ വീണ്ടും ഒന്ന് റെഡിയാക്കി എല്ലാം കൺഫേം ചെയ്ത് നമ്മൾ റെഡി ആയിരിക്കുവാണ്. അപ്പോൾ പാലക്കാട് നീണ്ട നേരത്തെ യാത്രയ്ക്ക് ശേഷം പാലക്കാട് എത്തിയപ്പോഴേക്കും അത്രയും നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ നമ്മളൊക്കെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇനി നമുക്ക് പാലക്കാടിലെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് എത്തി നമ്മൾ ആദ്യം കണ്ടത് തന്നെ നമ്മൾ ട്രിവാൻഡ്രത്ത് ബാച്ചിലുള്ള മറ്റൊരു YIP ടീമിലെ കുട്ടികളെ കണ്ടു. YIP ടീം നമുക്ക് ഓരോരുത്തർക്കും ഉള്ള താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ അന്വേഷിക്കാനുള്ള ഒരു ടെൻഷനിലാണ്. അപ്പോൾ മറ്റു ടീമിലെ കുട്ടികളോട് നമ്മൾ തിരക്കി. അവർക്ക് മറ്റൊരു ഹോട്ടലാണെന്ന് അറിഞ്ഞു. സോ നമുക്ക് തന്ന ഗൂഗിൾ ലൊക്കേഷൻ നമ്മൾ നോക്കി ആ ഒരു പ്ലേസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ആദ്യം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ടുള്ള വഴി കണ്ടുപിടിച്ചിട്ട് ബാക്കി നോക്കാം. പാലക്കാട് എത്തി എന്നുള്ള കാര്യം കുട്ടികൾ നമ്മൾ ഓരോരുത്തരായിട്ട് വിളിച്ച് വീട്ടിലും മറ്റുമൊക്കെ അറിയിക്കുവാണ് അതിനിടയ്ക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ ബ്രിഡ്ജ് കയറി നമ്മൾ അടുത്ത പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എൻട്രൻസ് എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കിനി പുറത്തോട്ട് കിടക്കാം. വളരെ ഭംഗിയുള്ളൊരു റെയിൽവേ സ്റ്റേഷനായിരുന്നു. നല്ല ഓറഞ്ച് തൂണുകളും നല്ല രസമുണ്ടായിരുന്നു കാണാൻ പാലക്കാട്. സോ നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്. അവിടെ ഇറങ്ങി നേരെ നമ്മൾ ടാക്സി സ്റ്റാൻഡിലേക്ക് പോയി. അവിടെ നമുക്ക് പോകേണ്ട പ്ലേസ് ഒന്ന് പറഞ്ഞ് അവരോട് മനസ്സിലാക്കി ലൊക്കേഷൻ ഓണാക്കിയിട്ട് നമ്മൾ എന്തായാലും പ്ലേസൊക്കെ പറഞ്ഞു കൊടുത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദാണ്ട വണ്ടിയിലേക്ക് കയറി നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ വണ്ടിയിൽ ലോഡ് ചെയ്ത് നമ്മൾ കുട്ടികളെല്ലാം കൂടെ നമ്മൾ ആ പ്ലേസിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. മാനസ എന്നിലേക്കാണ് നമുക്ക് പോവേണ്ടത്. ആ പ്ലേസ് പറഞ്ഞു കൊടുത്തു. പക്ഷേ നമുക്ക് 6:30 അവിടെ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷനിലാണ്. സമയം 7 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു കോർഡിനേറ്റർ നമ്മുടെ അഭിജിത്ത് സാറിനെ ട്രിവാൻഡ്രം കോർഡിനേറ്റർ സാറിനെ വിളിച്ചു. നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു വഴിയിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയത്തിന് പ്രശ്നമല്ല, ട്രെയിൻ ലേറ്റാണെന്ന് അവരറിയിച്ചു. അപ്പോൾ വന്നിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ ആശ്വാസത്തിൽ നമ്മൾ പോവുകയാണ്. അങ്ങനെ പാലക്കാട് രാത്രി ഒരു നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ മൂവ് ചെയ്യാണ്. ഈ മൂവ് ചെയ്യുന്ന ബ്രിഡ്ജ് എന്ന് പറയുന്നത് കൽപ്പാത്തി പുഴയുടെ മുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഭാരതപ്പുഴയുടെ ഒരു എക്സ്റ്റൻഷനാണ്. ആ ഒരു കൽപ്പാത്തിയിലൂടെ പാസ് ചെയ്യുന്നൊരു ഏരിയയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ. തീപ്പന്തവും കൊളുത്തിക്കൊണ്ട് പോകുന്ന നമ്മുടെ ഒരു ജാഥ നമ്മൾ കണ്ടു. നമ്മുടെ ഹോട്ടൽ റൂമിൽ നമ്മൾ എത്താറായി. അപ്പം അടുത്തായിട്ട് തന്നെ നമുക്കൊരു മഹാ എക്സിബിഷൻ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ എക്സിബിഷൻ നമ്മുടെ കൊല്ലം ആശ്രാമത്ത് കണ്ട അതേ ഒരു എക്സിബിഷനാണ് അവിടെയും കണ്ടത്. ഇതിപ്പോൾ നമ്മുടെ മാനസ ഇന്നിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മുടെ ലഗേജൊക്കെ എടുത്തു നമ്മൾ ഹോട്ടൽ റൂമിലേക്ക് കയറുകയാണ്.
നമുക്ക് അലോട്ട് ചെയ്ത കുട്ടികളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, 2 സെക്ഷനിലായിരുന്നു. അപ്പോൾ അതെന്തായാലും റിസപ്ഷനിൽ പറഞ്ഞ് റെഡിയാക്കി നമുക്ക് എല്ലാവർക്കും ഒരു വലിയ റൂം തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ആ റൂമിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റൂമെന്ന് പറയുന്നത് 106 അപ്പോൾ 106 റൂമിലേക്ക് നമ്മൾ ദാണ്ടേ പോവുകയാണേ. അങ്ങനെ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്തതാണ് റൂം തുറന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല റൂമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും റൂമിനകത്ത് കാണാം. റൂമിൽ 2 ബെഡ് ഉണ്ടായിരുന്നു, നമുക്ക് 6 പേർക്കും കൂടെ കിടക്കാനായിട്ട്. അപ്പോൾ നമ്മളെന്തായാലും റൂമിൽ വന്നു, ഫ്രഷായി. നമ്മളെല്ലാവരും കുട്ടികളൊക്കെ അവരുടെ ലാപ്പൊക്കെ എടുത്ത് പരിപാടി തുടങ്ങി. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ യാത്രാക്ഷീണമെല്ലാം കഴിഞ്ഞു. പിറ്റേന്ന് നമ്മൾ എന്താണ് നേരത്തെ എഴുന്നേറ്റു. 8 മണിക്ക് നമ്മുടെ ബസ് അവിടെ വരും. സോ അതിന് മുമ്പ് നമ്മൾ റെഡിയായി വേഗം പുറത്തെത്തണം. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ വീണ്ടും പാക്ക് ചെയ്തു. എഗെയിൻ നമ്മൾ രാവിലെ ഫ്രഷായി നമ്മൾ തന്നെ പോവുകയാണ്. അപ്പോൾ നമുക്ക് 8 മണിക്ക് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടെ സ്കൂളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ തന്നെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഒരിക്കൽ കൂടി നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ വീണ്ടും തന്നെ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. അപ്പോഴേക്കും ബസ് പുറത്ത് വന്നു എന്നുള്ള കോൾ വന്നപ്പോൾ നമ്മൾ വേഗം ബസ്സിലോട്ട് കയറുകയാണ്. അപ്പോൾ അവിടെ LP സ്കൂളിൽ മോയിൻസ് LP സ്കൂളിൽ തന്നെ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ തന്നെ ആ ഒരു മാനസ എന്നിലുണ്ടായിരുന്ന കുട്ടികളെല്ലാം ബസ്സിൽ കയറ്റി നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ രാത്രി വന്ന ഒരു പ്ലേസാണിത്. കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല. ബസ് നമ്മൾ കറക്റ്റ് കൃത്യമായിട്ട് ആ സ്കൂളിൻ്റെ മുമ്പിൽ ഇറക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ ഇവിടെ ഫുഡിൻ്റെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കഴിക്കാനായിട്ട് പോയി. രാവിലെ നല്ല കാറ്റുണ്ടായിരുന്നു അവിടെ. അപ്പോൾ നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാം ഫുഡിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെയാണ്. അപ്പോൾ നമ്മളത് കഴിക്കാൻ പോവുകയാണ്. അത്യാവശ്യം ഫുഡെല്ലാം നല്ല തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാറ്റൊക്കെ അടിച്ചിട്ടായിരിക്കും എല്ലാവർക്കും യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമായിരുന്നു. ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടായിരുന്നു. എന്തായാലും നമുക്ക് ഉച്ചവരെ പിടിച്ച് നിൽക്കണം. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് കഴിച്ചിട്ട് നമ്മൾ തന്നെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ടീമിൽ ഒരാൾ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്തു. നമ്മുടെ റൂമൊക്കെ എവിടെയാണെന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ വന്നു. അപ്പോൾ അത്യാവശ്യം വലിയ സ്കൂളാണ് കേട്ടോ. അപ്പോൾ സ്കൂള് നല്ല കാറ്റായിരുന്നു, നല്ല പൊടിക്കാറ്റുണ്ട്, ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ തന്നെ അവരുടെ റൂം മനസ്സിലാക്കി. അപ്പോൾ അവർ നമ്മൾ ആ റൂമിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ബാക്കി ഒരു ഗവൺമെൻറ് സ്കൂളാണ്. നല്ലൊരു വൈബായിരുന്നു സ്കൂൾ കാണാൻ. അപ്പോൾ നമ്മൾ തന്നെ ആ ഒരു സ്ഥലത്തോട്ട് കുട്ടികൾ നല്ല ടെൻഷനായിട്ട് പോവുകയാണ്. അവിടെ നിന്ന് NCC കുട്ടികളോട് നമ്മൾ ചോദിച്ചു വഴി എങ്ങോട്ടാണെന്നുള്ളത്. അപ്പോൾ അവർ കൃത്യമായിട്ട് നമുക്ക് ആ റൂം കാണിച്ചു തന്നു. 10 മണി തൊട്ട് 11 വരെ ആയിരുന്നു അവരുടെ സമയം. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ റൂമിൽ ഇരുത്തി അവർക്കൊരു ബെസ്റ്റ് വിഷസും പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും നമുക്ക് പുറത്തോട്ട് വെയിറ്റ് ചെയ്യണം. നമുക്ക് വേറൊരു പ്ലേസാണ് വെയിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അവർ നമ്മളോട് നല്ല ടെൻഷനാണ്. അപ്പോൾ പ്രോഗ്രാം കഴിയുന്നവരെ നമ്മൾ പുറത്ത് പോയി വെയിറ്റ് ചെയ്തിരുന്നു. എന്താ അവരുടെ വാല്യുവേഷനൊക്കെ കഴിഞ്ഞു. നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് നമ്മുടെ സ്കൂളിൻ്റെ മറ്റൊരു പൊസിഷനിൽ വന്നിരിക്കുവാണ്. അപ്പോഴേക്കും നമുക്ക് ലഞ്ച് കൂപ്പണൊക്കെ റെഡി ആയിട്ടുണ്ടെന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ നമ്മൾ ലഞ്ച് കൂപ്പണൊക്കെ മേടിച്ച് നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് പോവുകയാണ്. കാരണം നമ്മുടെ വാല്യുവേഷൻ ഓൾറെഡി കഴിഞ്ഞു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഫുഡ് റെഡിയായി എന്നുള്ള കോൾ വന്നപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച LP സ്കൂളിലേക്ക് നമ്മൾ തന്നെ ബ്രിഡ്ജ് വഴി ക്രോസ് ചെയ്ത് റോഡ് ക്രോസ് ചെയ്യാൻ അവിടെ നമുക്കൊരു ബ്രിഡ്ജുണ്ട്. അപ്പോൾ ആ ബ്രിഡ്ജ് വഴി നമ്മൾ കയറി അപ്പുറത്ത് നമ്മൾ LP സ്കൂളിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. സമയം ഉച്ചയായതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു, അതോടൊപ്പം ചൂടുമുണ്ട്. പക്ഷേ എന്തോ ഒരു നല്ല കാറ്റും അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് ചൂടിനെ വലുതായിട്ട് നമുക്ക് അഫക്റ്റ് ചെയ്തില്ല. ദെൻ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോയി. പാലക്കാട് എന്നൊരു പ്രത്യേകം ഫുഡായിരുന്നു. അവിടുത്തെ ചോറിനൊക്കെ പ്രത്യേക കളറായിരുന്നു. എന്തായാലും അതും നല്ല തണുത്തിട്ടായിരുന്നു. ചൂടോടെ വിളമ്പി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് തണുത്തു. അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു, വാല്യുവേഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മടക്ക യാത്രയാണ്. പാലക്കാട് നിന്ന് സ്കൂൾ വരെയുള്ള യാത്ര ഒരു മറ്റ് വീഡിയോയിൽ കാണാം. ഇപ്പോൾ എന്തായാലും നമ്മൾ പെട്ടെന്ന് സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു ഡീറ്റെയിൽഡ് വീഡിയോ വേറെ വരുന്നുണ്ട്. എന്തായാലും നമ്മൾ പിറ്റേന്ന് ഞായറാഴ്ച ആണ് നമ്മൾ സ്കൂളിലെത്തുന്നത്.
ട്രെയിൻ 3 മണിക്കൂർ ലേറ്റായിരുന്നു. അപ്പോൾ അവിടെ കാത്തിരുന്ന വിശേഷങ്ങളൊക്കെ മറ്റൊരു വീഡിയോ കാണാം. ഇപ്പോൾ ബൈ ബൈ.